വർഷം 1959 ഏപ്രിൽ 27. പഴയ ബോംബെ. ബോംബെയിലെ മലബാർ ഹിൽസ് എന്ന പ്രദേശത്താണ് പ്രേം ഭഗവൻദാസ് അഹൂജ എന്ന വ്യക്തി താമസിക്കുന്നത്. അയാളുടെ സ്വന്തം വീടല്ല, അഹൂജയുടെ അനുജത്തിയായ മേമി അഹൂജയുടെ വീടാണത്. അഹൂജ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ജോലി നോക്കുന്നയാളാണ്. അന്നും പതിവ് പോലെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം അഹൂജ തന്റെ വീട്ടിലെത്തി. നല്ല ചൂടാണ്, ഒന്ന് കുളിച്ചേക്കാമെന്ന് അയാൾ വിചാരിച്ചു. അതിനായിട്ട് കുളിമുറിയിൽ കയറി. ആ സമയത്ത് അവരുടെ വീടിന്റെ പുറത്ത് ഒരു കാർ വന്നു നിന്നു. ആ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്ന് അഹൂജയുടെ വീടിന്റെ വാതിലിൽ മുട്ടി. ആ വീട്ടിലെ ജോലിക്കാരിയായ അഞ്ജനിയാണ് വാതിൽ തുറന്നത്. അഞ്ജനിക്ക് വന്നയാളെ നല്ല പരിചയമുണ്ട്. അയാൾ അഹൂജ എവിടെയെന്ന് ചോദിച്ചു. മുകളിലെ അയാളുടെ മുറിയിലുണ്ടെന്ന് അഞ്ജനി മറുപടിയും പറഞ്ഞു. ശരി, ഞാൻ മുറിയിൽ പോയിട്ട് അയാളെ കണ്ടോളാമെന്ന് പറഞ്ഞ് വന്നയാൾ അകത്തേക്ക് കയറി. അഞ്ജനിക്ക് വളരെ കാലമായിട്ട് ഈ മനുഷ്യനെ അറിയാം. അതുകൊണ്ട് അതിൽ വലിയ പ്രത്യേകതയൊന്നും അവർക്ക് തോന്നിയില്ല. ആ സമയത്താണ് മേമി അഹൂജ അഞ്ജനിയോട് തനിക്കൊരു ചായ ഇട്ട് തരുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അഞ്ജാനിയും മേമി അഹൂജയും ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ശബ്ദം കേട്ടത്. അതെന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. വീടിന് പുറത്തുനിന്നുമായിരിക്കും ആ ശബ്ദം വരുന്നത് എന്നാണ് അവരാദ്യം കരുതിയത്. മേമി വേഗം അഞ്ജാനിയോട് എന്താണെന്ന് വീടിന് പുറത്തു പോയിട്ട് നോക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അഞ്ജാനി വീടിന് പുറത്തു പോയിട്ട് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. ആ സമയത്ത് വീടിന്റെ ഉള്ളിൽ നിന്നും തുടരെ തുടരെ വെടിയൊച്ചകൾ മുഴങ്ങി. അത് അഹൂജയുടെ മുറിയിൽ നിന്നുമാണ് വരുന്നത്. ഇരുവരും വേഗം അവിടേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ വീടിന്റെ ഉള്ളിലുള്ള കണ്ണാടിയും മറ്റു സാധനങ്ങളും തകർന്നു കിടക്കുന്നു. തകർന്ന ആ വസ്തുക്കളുടെ നടുവിലായിട്ട് അഹൂജ മരിച്ചു കിടക്കുന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകിയിറങ്ങുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് മേമി നിലവിളിച്ചു. അതേ സമയത്ത് അവർ മറ്റൊരു കാഴ്ച കണ്ടു. മുറിയുടെ മൂലയിലായിട്ട് മറ്റൊരാൾ നിൽക്കുന്നു, അതും നീട്ടിപ്പിടിച്ച തോക്കുമായിട്ട്. ആ കൊലയാളി വളരെ സാവധാനം തോക്കെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. എന്നിട്ട് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന തന്റെ കാറിൽ കയറി ഓടിച്ചുപോയി. അന്നേ ദിവസം തന്നെ ആ കൊലയാളിയെ പോലീസ് പിടികൂടി. എന്നാൽ അതിനുശേഷം നടന്ന കാര്യങ്ങളായിരുന്നു ആരെയും അതിശയിപ്പിച്ചത്. ആ കൊലയാളി കോടതിയിലേക്ക് വിചാരണ നേരിടുവാനായിട്ട് വന്നപ്പോൾ അയാളെ കാണുവാനായിട്ട് വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ടും തീർന്നില്ല. അയാൾ വരുന്ന വഴിയിൽ നിരവധി സ്ത്രീകൾ പൂക്കൾ വിതറി. സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള സ്ത്രീകൾ ഒരു പടി കൂടി കടന്ന് മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവർ തങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ എടുത്ത് ആ നോട്ടിൽ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൊണ്ട് ചുംബിച്ച് ആ നോട്ടുകൾ അയാൾക്ക് നേരെ വലിച്ചെറിഞ്ഞു. ഒരു സെലിബ്രിറ്റിയെ പോലെ, ഒരു ഹീറോയെ പോലെ ബോംബെയിലെ ജനങ്ങൾ ആ കൊലയാളിയെ ആദരിച്ചു. പൊതുജനങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആ കൊലയാളിക്കായിരുന്നു. ആരാണ് ആ കൊലയാളി? എന്തിനാണ് അയാൾ പ്രേം ഭഗവൻദാസ് അഹൂജയെ കൊല ചെയ്തത്? അയാളും ഇയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരാളുടെ മരണത്തിൽ ജനങ്ങൾ ഇത്രയധികം സന്തോഷിക്കണമെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കും. ആ കാരണം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലത്ത് ഇന്ത്യ ഒട്ടാകെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിനെ കുറിച്ചാണ്. കവേസ് മനേഷ നാനാവതി, ചുരുക്കി പറഞ്ഞാൽ KM നാനാവതി. അദ്ദേഹം 1925 ജനിക്കുന്നത്. KM നാനാവതി ജനിച്ചതും പഠിച്ചതും വളർന്നതുമെല്ലാം ബോംബെയിലാണ്. അതിനുശേഷം അയാൾ നേവിയിൽ ചേർന്നു. പടിപടിയായിട്ട് ഉയർന്ന കമാൻഡർ പദവി വരെ എത്തി. ഇന്ത്യൻ നേവിയിലെ ഉയർന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാരുമായിട്ട് നാനാവതിക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന VK കൃഷ്ണമേനോന്റെ അടുത്തയാളായിരുന്നു നാനാവതി. അത് മുഖാന്തരം നെഹ്റു കുടുംബവുമായിട്ട്, പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. നാനാവതി ജീവിതം അടിച്ചു പൊളിക്കുന്നയാളായിരുന്നു. സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പാർട്ടികളിലെല്ലാം അയാൾ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ കൃഷ്ണമേനോൻ അദ്ദേഹത്തെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ലണ്ടനിലേക്ക് പോകണം, അവിടെ ഒരു ജോലി ചെയ്ത് തീർക്കുവാനുണ്ട്. അതിനായിട്ട് നാനാവതിയും ഒരു ടീമും ലണ്ടനിലേക്ക് പുറപ്പെട്ടു. ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ജോലിയാണ്, വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട ഒന്നാണ്. മാത്രവുമല്ല, ഇന്നുള്ളതുപോലെ ടെക്നോളജി, അതായത് ഇന്റർനെറ്റോ കമ്പ്യൂട്ടറോ അങ്ങനെ ഒരു സൗകര്യവും വന്നില്ല. ഒരു ഫയൽ എടുത്ത് പഠിച്ച് അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം മാനുവലായിട്ട് തന്നെ ചെയ്യണം. ഈ ജോലി തീരുവാനായിട്ട് ഏകദേശം 3-4 മാസം എടുക്കും. ലണ്ടനിലെ ആ ജീവിതകാലത്താണ് സിൽവിയ എന്ന യുവതിയുമായിട്ട് നാനാവതി പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട ഉടൻ തന്നെ ഇവർ തമ്മിൽ സുഹൃത്തുക്കളായി. ഏതാനും നാളുകൾക്കുള്ളിൽ ആ സൗഹൃദം ഒരു പ്രണയമായിട്ട് മാറുകയാണ്. രണ്ടുപേരും അടിക്കടി പുറത്തെവിടെയെങ്കിലും വിനോദയാത്രയ്ക്ക് പോകും, കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യും, തങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യും. അങ്ങനെ ഇവർ തമ്മിലുള്ള ആത്മബന്ധം വളരെ ശക്തമായി. ഒരാൾക്ക് ഒരാളെ കാണാതിരിക്കുവാനായിട്ട് കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാനാവതി സിൽവിയയെ കാണുവാനായിട്ട് വന്നത് വിഷാദം നിറഞ്ഞ മുഖത്തോടെയാണ്.
എന്താണ് മുഖം വല്ലാതിരിക്കുന്നത് എന്ന് സിൽവിയ ചോദിച്ചു. അതിന് നാനാവതി അവളോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ വന്ന ജോലി കഴിഞ്ഞു, ഇനി ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയമായിരിക്കുന്നു. ഇത് കേട്ട് സിൽവിയായ്ക്കും ആകെ വിഷമമായി. രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞിരിക്കുവാനായിട്ട് കഴിയില്ല. സിൽവിയ നാനാവതിയോടൊരു കാര്യം പറഞ്ഞു: നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്നെ വിവാഹം കഴിക്കൂ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് ഞാനും നിങ്ങളുടെ ഒപ്പം വരാം. നാനാവതിക്കും വലിയ സന്തോഷമായി. അങ്ങനെ 1949 ജൂലൈ മാസം ഇംഗ്ലണ്ടിൽ വെച്ച് അവർ വിവാഹം കഴിക്കുകയാണ്. ജോലിയെല്ലാം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയ ആ നേവി ടീമിൽ ഒരാൾ കൂടി കൂടുതലുണ്ടായിരുന്നു. അത് സിൽവിയ ആയിരുന്നു. ഇരുവരും വളരെ സന്തോഷപൂർവ്വം ബോംബെയിൽ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഏതാനും വർഷങ്ങൾ മുൻപോട്ട് പോയി. ഈ ദമ്പതികൾക്ക് 3 കുട്ടികൾ ജനിച്ചു. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. നാനാവതിയുടെ ജീവിതവും ചിന്തയും മുഴുവനും തന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു. പക്ഷെ ജോലിയുടെ പ്രത്യേകത മൂലം തന്റെ കുടുംബവുമായിട്ട് അധിക സമയം അയാൾക്ക് ചെലവഴിക്കുവാനായിട്ട് കഴിയില്ല. ഗവൺമെന്റ് അദ്ദേഹത്തെ എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരുവാനായിട്ട് 3-4 മാസമെടുക്കും. ആ സമയമെല്ലാം സിൽവിയയും കുട്ടികളും വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. സിൽവിയ മറ്റൊരു ജോലിക്കും പോരുന്നില്ല. ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി ജീവിക്കുകയായിരുന്നു. തന്റെ ഭാര്യയുടെ ഏകാന്തതയും ഈ ബുദ്ധിമുട്ടുമെല്ലാം നാനാവതിയും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം അയാൾ ഒരു കാര്യം ചെയ്തു. താൻ പങ്കെടുക്കുന്ന പാർട്ടികളിൽ സിൽവിയയെയും കൊണ്ടുപോകും. പിന്നെ അവിടെയുള്ള പ്രധാന വ്യക്തികളെ പരിചയപ്പെടുത്തും. അങ്ങനെ സിൽവിയയുടെ പരിചയവൃന്ദവും വലുതായിട്ട് വരികയാണ്. അങ്ങനെ ഒരു പാർട്ടിക്കിടയിൽ വെച്ചാണ് തന്റെ വളരെ കാലമായൊരു സുഹൃത്തിനെ നാനാവതി സിൽവിയയ്ക്ക് പരിചയപ്പെടുത്തുന്നത്. അവന്റെ പേരാണ് പ്രേം ഭഗവൻദാസ് അഹൂജ. അഹൂജയും നാനാവതിയും 1-2 വർഷമായിട്ട് സുഹൃത്തുക്കളല്ല, ഏകദേശം 15 വർഷമായിട്ട് ഇവർ സുഹൃത്തുക്കളാണ്. പാർട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. നമ്മൾ മുൻപ് കണ്ടതുപോലെ നാനാവതി വളരെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ജോലി സംബന്ധമായിട്ട് പലപ്പോഴും അയാൾക്ക് 3-4 മാസം വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഈ സമയത്ത് വിരസത മാറ്റുവാനായിട്ട് നാനാവതി ഇല്ലാത്ത സമയത്തും സിൽവിയ ഇത്തരം പാർട്ടികളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ അതുപോലെ ഒരു പാർട്ടിയിൽ വെച്ച് അഹൂജയെ വീണ്ടും സിൽവിയ കണ്ടുമുട്ടുകയാണ്. ഇരുവരും പരിചയം പുതുക്കി. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി. ബോംബെയിൽ പിന്നീട് നിരവധി പാർട്ടികൾ ഉണ്ടായി. അതിൽ സിൽവിയയും പങ്കെടുത്തു, അതുപോലെ അഹൂജയും പങ്കെടുത്തു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ആ സാഹചര്യങ്ങൾ അത് കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അഹൂജ സിൽവിയോട് ചോദിക്കുകയാണ്: എന്തു പറ്റി സിൽവിയ, നിന്റെ മുഖമാകെ വല്ലാതിരിക്കുന്നത്? നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറ, നമുക്കതിന് പരിഹാരം കാണാം. അന്ന് സിൽവിയ അയാളോട് തന്റെ ഉള്ളിലെ വിഷമങ്ങൾ തുറന്നു പറഞ്ഞു. അതെല്ലാം നാനാവതിയെക്കുറിച്ചായിരുന്നു. നാനാവതി ജോലി സംബന്ധമായിട്ട് എപ്പോഴും പുറത്തായിരിക്കും. വല്ലപ്പോഴും മാത്രമാണ് കുടുംബത്തിൽ എത്തൂ. അതുകൊണ്ട് തനിക്ക് വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഇത്തരം പാർട്ടികൾ മാത്രമാണ് ഏക ആശ്വാസം. ഇത് കേട്ട അഹൂജ തനിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണിതെന്ന് മനസ്സിലാക്കി. അയാൾ സിൽവിയയോട് വളരെ അനുകമ്പാപൂർവ്വം പെരുമാറുവാൻ തുടങ്ങി. സിൽവിയയ്ക്കും അയാളെ ഇഷ്ടപ്പെട്ടു. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ്. വൈകാതെ നാനാവതി വീട്ടിലില്ലാത്തപ്പോൾ ഇവർ ഒരുമിച്ചായി താമസം. അത്രയധികം ഇവരുടെ ബന്ധം വളർന്നു. പോകെ പോകെ സിൽവിയയ്ക്ക് അഹൂജയില്ലാതെ ജീവിക്കുവാനായിട്ട് കഴിയില്ല എന്ന അവസ്ഥയായി. അയാൾ തന്നോട് കാണിക്കുന്ന സ്നേഹവും അനുകമ്പയുമെല്ലാം യഥാർത്ഥമാണെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷെ സിൽവിയയ്ക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അഹൂജ ഒരു പ്ലേ ബോയ് ആയിരുന്നു. അവന്റെ പരിചയത്തിലുള്ള മറ്റ് സ്ത്രീകളെ പോലെ വെറും ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് സിൽവിയയെയും അവൻ കണ്ടത്. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ അഹൂജ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവന്റെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. സമൂഹത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന പാർട്ടികളിൽ ഇവനും പങ്കെടുക്കും. അതിനുള്ള ക്ഷണവും കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പാർട്ടികളിൽ പങ്കെടുക്കുന്ന അഹൂജ അവിടെ വരുന്ന ഓഫീസർമാരുടെ ഭാര്യമാരുമായിട്ട് സംസാരിക്കും. അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കും. ആരെയും സംസാരിച്ച് വശീകരിച്ച് തന്റെ വലയിൽ വീഴ്ത്തുവാനായിട്ട് അഹൂജയ്ക്ക് വല്ലാത്തൊരു കഴിവുണ്ടായിരുന്നു. സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടാത്ത സ്നേഹവും അനുകമ്പയും കരുതലും അവൻ അവർക്ക് കൊടുക്കും. ഒടുവിൽ അവരെ തന്റെ കിടപ്പുമുറിയിൽ അഹൂജ എത്തിക്കും. ഇതായിരുന്നു അവന്റെ പതിവ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും സിൽവിയയ്ക്ക് അറിയില്ലായിരുന്നു. ഇതിനിടയിൽ അഹൂജയെ അത്രയധികം സ്നേഹിച്ച സിൽവിയ അയാളോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാം. അതിനുശേഷം നീ എന്നെ കല്യാണം കഴിക്കുക, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതിന് അഹൂജ അവളോട് പറഞ്ഞ മറുപടി ഇതാണ്: നമുക്ക് 1 മാസം പരസ്പരം കാണാതെയും സംസാരിക്കാതെയും ഇരിക്കാം. അതിനുശേഷവും നിനക്ക് ഇതേ വികാരമാണ് ഉള്ളതെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. അങ്ങനെ 1 മാസം പിരിഞ്ഞിരിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഇവർ തമ്മിൽ പിരിഞ്ഞിരുന്ന ഈ 1 മാസത്തിന്റെ ഇടയിൽ സിൽവിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കി. അഹൂജയ്ക്ക് തന്നോട് മാത്രമല്ല ബന്ധമുള്ളത്, അവന് മറ്റ് നിരവധി സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അവരിൽ ഒരാൾ മാത്രമാണ് താന്. കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഏൽപ്പിച്ച ജോലിയെല്ലാം പൂർത്തിയാക്കി നാനാവതി വലിയൊരു ലീവ് എടുത്ത്, അതായത് ഏകദേശം 40 ദിവസത്തോളം നീണ്ട ലീവ് എടുത്ത് തന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. 1959 ഏപ്രിൽ 8-നാണ് അയാൾ വീട്ടിലെത്തിയത്.
വലിയ സ്നേഹത്തോടെ നാനാവധി സിൽവിയയുമായിട്ട് സംസാരിക്കുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അയാൾക്ക് കിട്ടിയ പ്രതികരണം അത്ര നല്ലതായിരുന്നില്ല. സിൽവിയ നാനാവധിയുമായിട്ട് ഒരകലം പാലിച്ചു നിന്നു. എന്താണ് ഇതിന്റെ കാരണമെന്നും താൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന സമയത്തിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നും അയാൾക്ക് മനസ്സിലായില്ല. നാനാവധി ആകെ വിഷണ്ണനായി. ഏതാനും ദിവസം അയാൾ ക്ഷമിച്ചു. പിന്നെ സിൽവിയയോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാമെന്ന് തീരുമാനിച്ചു. അന്ന് നാനാവധി സിൽവിയയെ ചേർത്തിരുത്തി എന്താണ് നിന്റെ പ്രശ്നം, എന്താണെങ്കിലും തുറന്നു പറയൂ എന്ന് ആവശ്യപ്പെട്ടു. അന്ന് പകലിൽ അവൾ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. അത് വേറെ ആരുമല്ല, നിന്റെ സുഹൃത്തായിട്ടുള്ള അഹൂജയാണ്. അയാളുമായിട്ട് എനിക്ക് ഇത്ര കാലമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അവൾ വെളിപ്പെടുത്തി. ഇത് കേട്ട് ഹൃദയം തകർന്നുപോയ നാനാവധി വേഗം വീടിന്റെ ഉള്ളിലേക്ക് ഓടി. ആത്മഹത്യ ചെയ്യുവാനാണ് അയാൾ തീരുമാനിച്ചത്. എന്നാൽ പിന്നാലെ ഓടിയെത്തിയ സിൽവിയ അയാളെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് കരഞ്ഞ് കാല് പിടിച്ചു. രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ആ വീട്ടിൽ ഇരിക്കുകയാണ്. ജീവിതം തകർന്നിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ല. അപ്പോഴാണ് നാനാവധി ഒരു കാര്യം ഓർത്തത്. കുടുംബസമേതം ഒരു സിനിമ കാണുവാനായിട്ട് അയാൾ ഏതാനും ടിക്കറ്റുകൾ വാങ്ങി വെച്ചിരുന്നു. ഈ രംഗം ഒന്ന് തണുപ്പിക്കുവാനും മനസ്സൊന്ന് ശാന്തമാകുവാനും കുട്ടികളെയും കൂട്ടി സിനിമയ്ക്ക് പോകുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അന്ന് മെട്രോ ടാക്കീസിൽ ടോം തമ്പ് എന്നു പേരുള്ളൊരു സിനിമ ഓടുന്നുണ്ട്. അത് കാണുവാനാണ് അവർ പോയത്. എന്നാൽ നാനാവധി അന്നൊരു കാര്യം ചെയ്തു. സിൽവിയയെയും കുട്ടികളെയും തിയേറ്ററിൽ കയറ്റി ഇരുത്തിയ ശേഷം അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ജോലി വന്നിട്ടുണ്ട്, വേഗം പോയിട്ട് അത് ചെയ്തു തീർക്കണം. നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും ഞാൻ എത്തിക്കൊള്ളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ തിയേറ്ററിൽ നിന്നും പോവുകയാണ്. തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ നാനാവധി നേരെ പോയത് നേവൽ ഓഫീസിലേക്കാണ്. അവിടെയുള്ള ആർമറിയിൽ എത്തിയ ശേഷം അയാൾ ഒരു പേപ്പറിൽ ചില കാര്യങ്ങൾ എഴുതി കൊടുത്തു. തനിക്ക് ജോലി സംബന്ധമായിട്ട് ഇന്ന് രാത്രി പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് താൻ ഏൽപ്പിച്ച തന്റെ തോക്ക് തിരികെ നൽകണം. അതിനുശേഷം ആ ഓഫീസിൽ നിന്നും 6 തിരകളും ഒരു റിവോൾവറും അയാൾ വാങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ, നേവൽ ഓഫീസിൽ ഒരു നിയമമുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ലീവിന് പോവുകയാണെങ്കിൽ അയാളുടെ കൈവശമുള്ള തോക്ക് ഓഫീസിൽ ഏൽപ്പിക്കണം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതിന്റെ കാരണം വ്യക്തമായിട്ടും എഴുതി കൊടുത്താൽ ആ തോക്ക് തിരികെ വാങ്ങാം. അതാണ് നിയമം. കലങ്ങിയ ഹൃദയവുമായിട്ട് തന്റെ കാറുമെടുത്ത് അയാൾ പോയത് അഹൂജ ജോലി ചെയ്യുന്ന ഓഫീസിലേക്കാണ്. എന്നാൽ അയാൾ അവിടെ ഇല്ലായിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോൾ ആ ഓഫീസിലുള്ളവർ അയാളോട് പറഞ്ഞത് അഹൂജ ഇവിടെ ഇല്ലെന്നും അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം അയാൾ വീട്ടിലേക്ക് പോയെന്നുമാണ്. പിന്നെ നാനാവധി നേരെ മലബാർ ഹിൽസിലുള്ള മേമി അഹൂജയുടെ വീട്ടിലേക്ക് കാർ ഓടിച്ചു. കാരണം അഹൂജയുടെ താമസം അവിടെയാണെന്ന് അയാൾക്കറിയാം. അതിനുശേഷമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട കാര്യങ്ങൾ സംഭവിച്ചത്. നാനാവധി അഹൂജയുടെ വീടിന്റെ വാതിലെ മുട്ടി. ജോലിക്കാരി വാതിൽ തുറന്നു. പരിചയമുള്ള ആളായതുകൊണ്ട് അകത്തേക്ക് പോകുവാനായിട്ട് അനുവദിച്ചു. നാനാവധി അഹൂജയുടെ മുറിയിലെത്തിയ ശേഷം പിന്നീട് നടന്ന കാര്യങ്ങൾ ഇതായിരുന്നു. ആ സമയത്ത് കുളിയെല്ലാം കഴിഞ്ഞ അഹൂജ തലയും തുവർത്തി ഒരു തോർത്ത് മാത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. തന്റെ മുറിയിൽ നാനാവധി നിൽക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അഹൂജ ചോദിച്ചു. രണ്ടുപേർക്കും പരസ്പരം കാര്യം എന്താണെന്ന് മനസ്സിലായി. എങ്കിലും പരമാവധി ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് നാനാവധി അയാളോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഭാര്യ സിൽവിയ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഡിവോഴ്സ് നൽകുവാനായിട്ട് തയ്യാറാണ്. അതിനുശേഷം നീ അവളെ വിവാഹം കഴിച്ച് കുട്ടികളെയും നോക്കണം. അവരെ അനാഥരാക്കുവാനായിട്ട് പറ്റില്ല. നാനാവധിയുടെ ന്യായമായിട്ടുള്ള ഈ ആവശ്യത്തിന് വളരെ മോശമായിട്ടാണ് അഹൂജ പ്രതികരിച്ചത്. 15 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ആ സൗഹൃദം മറന്നുകൊണ്ടാണ് അയാൾ സംസാരിച്ചത്. അഹൂജ നാനാവധിയോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കൂടെ കിടന്നിട്ടുള്ള പെണ്ണുങ്ങളെയെല്ലാം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപടിയുള്ള കാര്യമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എത്ര കല്യാണം കഴിക്കണം? ഈ വീട് മുഴുവനും എന്റെ ഭാര്യമാരായിരിക്കും. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊക്കോ. അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കി വീടിന് പുറത്തെറിയും. ഇത് കേട്ടതോടെ നാനാവധിയുടെ സകല നിയന്ത്രണവും വിട്ടു. തന്റെ ഭാര്യയെക്കുറിച്ചാണ് പറയുന്നത്. അവളെ വെറും ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രമാണ് ഇവൻ കണ്ടത് എന്ന് അയാൾക്ക് മനസ്സിലായി. നാനാവധിയുടെ മുഖത്തെ ഭാവമാറ്റം അഹൂജയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു നേവൽ ഓഫീസറാണ്. വെറും കൈയോടെ ഇവിടേക്ക് വരില്ല എന്നും അറിയാം. അടുത്ത നിമിഷം അഹൂജ ആ മുറിയിലെ മേശയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന തന്റെ തോക്കെടുക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു. അടുത്ത നിമിഷം നാനാവധി തന്റെ തോക്കെടുത്ത് 3 തവണ അഹൂജയെ വെടിവെച്ചു. അയാൾ ആ മുറിയിൽ മരിച്ചു വീണു. വെടിയൊച്ച കേട്ട് ഓടി വന്ന സഹോദരിയും ജോലിക്കാരിയും അമ്പരന്ന് നിൽക്കുമ്പോൾ നാനാവധി വീടിന് പുറത്തിറങ്ങി തന്റെ കാറിൽ കയറി. അയാൾ നേരെ പോയത് നേവൽ ഓഫീസിലേക്കാണ്. ഓഫീസിലെ ഉയർന്ന അധികാരിയും ഇന്ത്യൻ ജൂവിഷ് പ്രൊവസ്റ്റുമായ മൈക്കൽ ബെഞ്ചമിൻ സാമുവലിന്റെ അടുക്കൽ നാനാവധി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതിനുശേഷം തന്റെ കൈവശമുള്ള തോക്കും ബാക്കി വന്ന 3 ബുള്ളറ്റും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ബെഞ്ചമിൻ സാമുവൽ ഞെട്ടിപ്പോയി. അയാൾക്ക് നാനാവധിക്ക് കൊടുക്കുവാനായിട്ട് ഒരു ഉപദേശമേ ഉണ്ടായിരുന്നുള്ളൂ. നീ എത്രയും വേഗം പോലീസിന്റെ അടുക്കൽ സറണ്ടർ ആവണം. ഞാൻ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊള്ളാം.
അതിനുശേഷം ബെഞ്ചമിൻ സാമുവൽ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായ ജോൺ ലോബോയെ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഒരു നേവി ഓഫീസർ അങ്ങോട്ടേക്ക് വരും. അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുവാനാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ കുറ്റസമ്മതം എഴുതി വാങ്ങിയ ശേഷം അറസ്റ്റ് ചെയ്യുക. ബെഞ്ചമിൻ സാമുവിന്റെ ഉപദേശപ്രകാരം നാനാവതി പോലീസ് കമ്മീഷണറുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം അയാൾ ഏറ്റുപറഞ്ഞു. പോലീസ് ശ്രദ്ധാപൂർവം അത് എഴുതിയെടുത്തു. ഇതിനിടയിൽ നാനാവതി തന്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ കൂട്ടമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്റെ ഫാമിലി മെട്രോ ടാക്കീസിൽ ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമ തീരാറായിട്ടുണ്ട്. ഇതെന്റെ വീടിന്റെ താക്കോലാണ്. ഇത് അവരെ ഒന്ന് ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ കയറുവാനായിട്ട് കഴിയാതെ വരും. ആ സമയത്തും അയാളുടെ മനസ്സിലെ ആശങ്ക തന്നെ വഞ്ചിച്ച ഭാര്യയുടെയും ഒന്നും അറിയാത്ത തന്റെ മക്കളുടെ സുരക്ഷ ഓർത്തായിരുന്നു. ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാരും വല്ലാത്ത കൺഫ്യൂഷനിലായിരുന്നു. വന്നിരിക്കുന്നയാൾ ചെറിയ ആളല്ല, വലിയൊരു ഓഫീസറാണ്. ഇദ്ദേഹത്തെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത്? എന്നാൽ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമോ? അതുമില്ല. വൈകാതെ ഈ കേസ് ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വരികയാണ്. കോടതി നാനാവതിയോട് ചോദിച്ചു, നീ ചെയ്ത തെറ്റ് നീ അംഗീകരിക്കുന്നുണ്ടോ? അതിന് അയാൾ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ കൊലപാതകം യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒന്നായിരുന്നു. കോടതി ഉടനെയൊന്നും ഈ കേസിന്റെ വിധി പ്രഖ്യാപിച്ചില്ല. മറിച്ച് വിധി പ്രഖ്യാപനം നീട്ടിവെക്കുകയാണ് ചെയ്തത്. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ജൂറി സമ്പ്രദായമാണ്. ജൂറി സമ്പ്രദായത്തെക്കുറിച്ച് മുൻപ് ചില വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ചില വ്യക്തികൾ കോടതി മുറിയിൽ ഉണ്ടായിരിക്കും. അവരും ഈ കേസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും. പിന്നീട് അവരുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജഡ്ജി വിധി പ്രഖ്യാപിക്കുക. നാനാവതി കേസ് പഠിക്കുവാനായിട്ട് നിയോഗിച്ച ജൂറി അംഗങ്ങൾ മൊത്തം 9 പേരുണ്ടായിരുന്നു. വോട്ടിംഗ് അടിസ്ഥാനത്തിലാണ് ഇവർ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ കേസിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നാനാവതി അഹൂജയെ മനഃപൂർവ്വം കൊല ചെയ്തു എന്ന് ജൂറി അംഗങ്ങൾ കണ്ടെത്തിയാൽ ഒന്നുകിൽ അയാൾക്ക് മരണശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ കിട്ടും. നേരെ മറിച്ച് യാദൃശികമായിട്ട് സംഭവിച്ച ഒരു അപകടം മാത്രമായിരുന്നു ഇതെന്ന് അവർ കണ്ടെത്തിയാൽ അയാൾക്ക് 10 വർഷം തടവ് ശിക്ഷ കിട്ടും. 1959 ഒക്ടോബർ 21 നാനാവതി കേസ് കോടതിയിൽ വരുന്നത്. അന്നാണ് വിധി പ്രഖ്യാപനം. ജൂറി അംഗങ്ങളിൽ 8 പേർ നാനാവതിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു. നാനാവതി മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നല്ല ഈ കൊലയെന്നും ഇത് യാദൃശികമായിട്ട് സംഭവിച്ചതാണെന്നും അവർ വാദിച്ചു. എന്നാൽ അതിൽ ഒരാൾ നാനാവതി വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലയാണിതെന്ന് വാദിച്ചു. അതിനയാൾ ചില വാദങ്ങളും മുൻപോട്ട് വെച്ചു. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം നാനാവതിയെ വെറുതെ വിടണമെന്നായിരുന്നു. ജൂറിയുടെ ഈ കണ്ടെത്തൽ കോടതിക്കും വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി. വീണ്ടും വിധി പ്രഖ്യാപനം നീട്ടിവെച്ചു. അതേസമയത്ത് നാനാവതി കേസ് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് മുതലെടുത്ത ചില ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു ബ്ലിറ്റ്സ് എന്ന മാഗസിൻ. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പുറത്തിറങ്ങുന്ന ഒരു മാസികയായിരുന്നു ഇത്. അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെങ്കിൽ ഇന്നുള്ളതുപോലെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളില്ല. അവർക്ക് ആശ്രയിക്കുവാനായിട്ട് 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് റേഡിയോ, മറ്റൊന്ന് പത്രമാധ്യമങ്ങൾ. ബ്ലിറ്റ്സ് മാഗസിൻ 3 വർഷക്കാലമാണ് നാനാവതി കേസ് കവർ ചെയ്തത്. എന്നാൽ ഈ മാഗസിൻ നാനാവതിക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ എഴുതിയത്. നാനാവതി നിരപരാധിയാണെന്നും അഹൂജ ഒരു പ്ലേ ബോയ് ആണെന്നും ആ മരണം അയാൾ ചോദിച്ചു വാങ്ങിയതാണെന്നും അവർ എഴുതി. ബ്ലിറ്റ്സ് മാഗസിൻ വഴി നാനാവതി കേസിനെ കുറിച്ച് അറിഞ്ഞ പൊതുജനങ്ങൾ അയാളെ ഒരു ഹീറോ ആയിട്ട് കാണുവാൻ തുടങ്ങി. ജനങ്ങളുടെ പൊതുവികാരം ഒന്നാക്കി മാറ്റുവാനായിട്ട് ബ്ലിറ്റ്സ് മാഗസിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല. അവർ എല്ലാവരും ഒന്നുപോലെയാണ് ചിന്തിച്ചത്. അല്ലെങ്കിൽ ആ മാഗസിൻ അവരെ അങ്ങനെയാണ് ചിന്തിപ്പിച്ചത്. നാനാവതി നിരപരാധിയാണ്. അയാളുടെ ഭാര്യയോടാണ് സുഹൃത്തായിട്ടുള്ള അഹൂജ ഈ ദ്രോഹം ചെയ്തത്. അയാളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതുതന്നെ സംഭവിക്കുമായിരുന്നു. അഹൂജയാണ് ഈ കേസിൽ കുറ്റക്കാരൻ. അയാൾ ധാരാളം സ്ത്രീകളുടെ ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായി. അതിന് പ്രധാന കാരണം ബ്ലിറ്റ്സ് മാഗസിനാണ്. അതിന്റെ ഗുണവും ആ മാഗസിനുണ്ടായി. ആ സമയത്ത് വെറും 25 പൈസയ്ക്ക് മാത്രം വിറ്റുകൊണ്ടിരുന്ന ബ്ലിറ്റ്സ് മാഗസിൻ നാനാവതി കേസ് കൈകാര്യം ചെയ്യുവാനായിട്ട് തുടങ്ങിയതോടെ വില 2 ഉയർത്തി. എന്നിട്ടും അച്ചടിച്ച കോപ്പികൾ തികയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലെ കടകളിൽ കാണാറില്ലേ മലയാള മനോരമ മാഗസിൻ? എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന ഒരു മാസികയാണത്. അതിന്റെ വില ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല. നമുക്ക് 15 രൂപയൊന്ന് അനുമാനിക്കാം. 15 രൂപ വിലയുള്ള ഈ മാഗസിന് പബ്ലിഷർമാർ ഒരു ദിവസം 1000 രൂപ വിലയിട്ടുവെങ്കിൽ അതാരെങ്കിലും വാങ്ങുമോ? ആരും വാങ്ങില്ല. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയാണ്. പക്ഷെ ബ്ലിറ്റ്സ് മാഗസിൻ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതുപോലെ നാനാവതി കോടതിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് സ്ത്രീകൾ നിലത്ത് പൂക്കൾ വിതറുകയും അതുപോലെ രൂപാ നോട്ടിൽ ചുംബിച്ച് അയാൾക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്തത്. വൈകാതെ ഈ കേസ് വീണ്ടും 1960 മാർച്ച് 11 പുനർവിചാരണയ്ക്ക് വരികയാണ്. ഇത്തവണ ജഡ്ജിമാർക്ക് നാനാവതിക്കെതിരായിട്ട് ചോദിക്കുവാനായിട്ട് നിരവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ എന്തിനാണ് തോക്കുമെടുത്തുകൊണ്ട് അഹൂജയുടെ വീട്ടിലേക്ക് പോയത്? വെറുതെ തോക്കുമെടുത്ത് അയാളുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നില്ല. നേരെ മറിച്ച് ഓഫീസിലെത്തിയിട്ട് തനിക്ക് തോക്കിന് ആവശ്യമുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടാണ് ആ തോക്കും വാങ്ങിക്കൊണ്ട് പോയത്.
അയാളോട് സംസാരിക്കുവാനായിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിന് അയാൾ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ നേവൽ ഓഫീസിൽ നിന്നും തോക്ക് വാങ്ങി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് അഹൂജയെ കൊല്ലുവാനായിരുന്നില്ല, മറിച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യുവാനായിരുന്നു. ആ തീരുമാനത്തോടെയാണ് ഞാൻ പോയത്. പക്ഷെ അപ്പോഴാണ് എൻ്റെ 3 മക്കളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ചെയ്യും? അവർ അനാഥരാകും. മാത്രവുമല്ല, സിൽവിയയും അനാഥയാവും. ഈ കാര്യങ്ങളെക്കുറിച്ച് അഹൂജയുമായിട്ട് സംസാരിക്കുവാനാണ് ഞാൻ അയാളുടെ ഓഫീസിലേക്ക് പോയത്. അയാൾ അവിടെ ഇല്ല എന്ന് കണ്ടപ്പോഴാണ് നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോയത്. ഞങ്ങൾ ഇതേക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ വളരെ മോശമായിട്ടാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ അഹൂജ തോക്കെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോഴെനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ഞാൻ അയാളെ അപ്പോൾ വെടിവെച്ച് കൊന്നില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ കൊല്ലുമായിരുന്നു. വിചാരണയുടെ സമയത്ത് സിൽവിയയോട് കോടതി മറ്റൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഈ കാര്യം പറഞ്ഞ് കരഞ്ഞു വിഷമിച്ചിരിക്കുകയാണല്ലോ, പിന്നെ പെട്ടെന്നെന്താണ് സിനിമയ്ക്ക് പോകുവാനായിട്ടൊരു തീരുമാനമെടുത്തത്? ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സിനിമ കാണുവാനായിട്ട് ആരും തീരുമാനിക്കില്ല. അന്ന് എന്താണ് സംഭവിച്ചത്? സിൽവിയ അതിന് കൊടുത്ത മറുപടി ഇതായിരുന്നു: ഞങ്ങളുടെ കുട്ടികൾ സിനിമ കാണുവാൻ പോകുവാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് അവരെയും കൂട്ടി സിനിമയ്ക്ക് പോയത്. മാത്രവുമല്ല, തന്റെ ഭർത്താവ് നിരപരാധിയാണ്. അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അഹൂജയെ കൊന്നത്. ഈ കേസിൽ നാനാവതിക്ക് വളരെ അനുകൂലമായിട്ടാണ് സിൽവിയ നിലകൊണ്ടത്. എന്നാൽ അഹൂജയുടെ സഹോദരിയായ മേമി അഹൂജ മറ്റൊരു വാദമാണ് കോടതിയിൽ മുൻപോട്ട് വെച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അഹൂജയാണ് സിൽവിയയോട് പറഞ്ഞത്, നീ നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യുക, അതിനുശേഷം ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. എന്നാൽ സിൽവിയ അതിന് സമ്മതിച്ചില്ല. പക്ഷേ മേമി മുൻപോട്ട് വെച്ച ആ വാദം വെറും കള്ളമായിരുന്നു. കോടതിക്ക് അത് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടു. ഇതിനിടയിൽ സിൽവിയ അഹൂജയ്ക്ക് എഴുതിയ ഏതാനും കത്തുകൾ കോടതിക്ക് കിട്ടി. ആ കത്തുകളായിരുന്നു തെളിവുകൾ. ആ കത്തുകളിലെല്ലാം സിൽവിയ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞാൻ എൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എന്നാൽ അഹൂജ സിൽവിയയ്ക്ക് എഴുതിയ കത്തുകളിൽ അതിനനുകൂലമായിട്ട് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാനാവതിക്ക് എതിരായിട്ട് മറ്റൊരു ശക്തമായിട്ടുള്ള തെളിവുണ്ടായിരുന്നു. അത് അയാളുടെ മൊഴി തന്നെയായിരുന്നു. അയാൾ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനും അഹൂജയും ആ റൂമിൽ വെച്ച് വഴക്കുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ എനിക്ക് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അയാളുടെ ഈ വാദം കോടതി സ്വീകരിച്ചില്ല. അതിന് കാരണം അഹൂജ കുളിയും കഴിഞ്ഞ് അരയിൽ തോർത്തും ചുറ്റിയാണ് പുറത്തേക്ക് വന്നത്. ഇവർ തമ്മിൽ പിടിവലിയും മുന്തും തള്ളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ തോർത്ത് അഴിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ അയാളുടെ ജഡം കാണപ്പെട്ടത് അങ്ങനെ ആയിരുന്നില്ല. തോർത്ത ഉടുത്ത നിലയിലായിരുന്നു. അതിൽ നിന്നും കോടതി അനുമാനിച്ചത് ഇങ്ങനെയാണ്: ഇവർ തമ്മിൽ യാതൊരു പിടിവലിയും ഉണ്ടായില്ല. മനഃപൂർവ്വം തോക്കെടുത്ത് നാനാവതി അഹൂജയെ വെടിവെക്കുകയായിരുന്നു. വൈകാതെ ഈ കേസിന്റെ വിധി വന്നു. കോടതി നാനാവതിക്ക് ജീവപര്യന്തമാണ് വിധിച്ചത്. പിന്നെ ഈ കേസ് സുപ്രീം കോടതിയിലെത്തി. 1961 നവംബർ 24 സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വിധിയെ ശരിവെച്ചു. അതോടെ നാനാവതി ജയിലിലാവുകയാണ്. ആ സമയത്ത് മഹാരാഷ്ട്രയിലെ ഗവർണർ ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 161 പ്രകാരം ഗവർണർ വിചാരിച്ചാല് അയാളുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യുവാനായിട്ട് കഴിയും. ഒരു പടി കൂടി കടത്തി പറഞ്ഞാൽ അയാളെ നിരുപാധികം മോചിപ്പിക്കുവാനും കഴിയും. പക്ഷേ അവർക്കങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയില്ലായിരുന്നു. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം നെഹ്റു കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് നാനാവതി. അയാളെ നിരുപാധികം വെറുതെ വിട്ടാൽ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അവരെ അടിക്കുവാനുള്ള ഒരു വടിയായിട്ട് മാറും. മാത്രവുമല്ല, കൊല്ലപ്പെട്ട അഹൂജ സിന്ധി സമുദായത്തിൽപ്പെട്ട ആളാണ്. നാനാവതിയെ വെറുതെ വിട്ടാൽ സിന്ധി സമുദായത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ വിജയലക്ഷ്മി പണ്ഡിറ്റ് ആകെ വിഷമസന്ധിയിലായെന്ന് പറയാം. അതേ സമയത്താണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം ഈ കേസ് പരിഹരിക്കുവാനായിട്ട് മറ്റൊരു വഴി തെളിഞ്ഞു വന്നത്. സിന്ധി സമുദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഭായ് പ്രതാപ്. ഇദ്ദേഹം ഒരു മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അതോടൊപ്പം വലിയ വ്യാപാരിയുമായിരുന്നു. സിന്ധി സമുദായത്തിന്റെ മാതൃകാ പുരുഷനായിരുന്നു ഭായ് പ്രതാപ് എന്ന് പറയാം. അത്രയ്ക്കും വലിയ സ്വാധീനം അയാൾക്ക് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതേ ഭായ് പ്രതാപ് ഒരു കേസിൽ പിടിക്കപ്പെട്ടു. അയാൾ അറസ്റ്റിലുമായി. അയാൾ ചെയ്ത കുറ്റം ഇതായിരുന്നു: ഫേക്ക് ഇമ്പോർട്ട് ലൈസൻസ് ഉപയോഗിച്ച് അനധികൃതമായിട്ട് ചില സാധനങ്ങൾ ഇറക്കി. ഇത് സിന്ധി സമുദായത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. ജയിലിൽ കിടന്നുകൊണ്ട് ഭായ് പ്രതാപ് വിജയലക്ഷ്മി പണ്ഡിറ്റിന് ഒരു ദയാഹർജി അയച്ചു. അതേ സമയത്താണ് നാനാവതിയും ദയാഹർജി അയച്ചത്. ഈ അവസരം മുതലെടുക്കുവാനായിട്ട് വിജയലക്ഷ്മി പണ്ഡിറ്റും തീരുമാനിച്ചു രണ്ടുപേരെയും നിരുപാധികം വെറുതെ വിടുക. അങ്ങനെ ചെയ്താൽ സിന്ധി സമുദായത്തിന്റെ എതിർപ്പും ഇല്ലാതെയാകും. അതോടൊപ്പം നാനാവതിയെ രക്ഷിക്കുകയും ചെയ്യാം. മാത്രവുമല്ല, പൊതുജന വികാരത്തിന് അനുകൂലമായിട്ട് നിലകൊള്ളുകയും ചെയ്യാം. അങ്ങനെ 1968 രണ്ടുപേരെയും നിരുപാധികം ജയിലിൽ നിന്നും മോചിപ്പിച്ചു. അതേ സമയത്ത് തന്റെ ഭർത്താവിന്റെ വരവും കാത്ത് സിൽവിയയും മക്കളും പുറത്തുണ്ടായിരുന്നു. അതിനുശേഷം ആ കുടുംബം കാനഡയിലേക്ക് കുടിയേറി. കാനഡയിലെ ഒന്റാറിയോയിലെ ബെർലിംഗ്ടൺ എന്ന സ്ഥലത്ത് താമസം ആരംഭിച്ചു. കഴിഞ്ഞ ജൂലൈ 24, 2003 നാനാവതി അന്തരിച്ചു. അന്നുള്ള ജനങ്ങളുടെ ഇടയിൽ ഈ കേസ് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന് 1-2 ഉദാഹരണം കൂടി പറയാം.
നാനാവതി കേസിന്റെ തൊട്ടു പിന്നാലെ വിപണികളിൽ ഒരു കളിപ്പാട്ടം പുറത്തിറങ്ങി. അതിന്റെ പേര് നാനാവതി പിസ്റ്റൾ എന്നായിരുന്നു. കുട്ടികൾ അത് ചോദിച്ചു മേടിക്കുമായിരുന്നു. അതുപോലെ അഹൂജ ടവൽ എന്ന പേരിൽ ഒരു തോർത്തും പുറത്തിറങ്ങി. തീർന്നില്ല, ഈ കേസിനെ ആസ്പദമാക്കി ഏതാനും സിനിമകളും അതുപോലെ വെബ് സീരീസും പുറത്തിറങ്ങിയിട്ടുണ്ട്. 1973 പുറത്തിറങ്ങിയ അജാനക്, അതുപോലെ 1983 പുറത്തിറങ്ങിയ അസ്ത്രം, കഴിഞ്ഞ 2016 പുറത്തിറങ്ങിയ അക്ഷയ് കുമാറിന്റെ റുസ്തം, 2019 പുറത്തിറങ്ങിയ വെബ് സീരീസായ ദി വെർഡിക്റ്റ് തുടങ്ങിയവ അതിൽ ചിലതാണ്. 1983 പുറത്തിറങ്ങിയ അസ്ത്രം എന്ന സിനിമ വലിയ ഹിറ്റായിരുന്നു. അതിനു തൊട്ടു പിന്നാലെ റിപ്പോർട്ടർമാർ കാനഡയിൽ താമസിക്കുന്ന നാനാവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. അവർക്കൊരു അഭിമുഖം നൽകുമോ എന്ന് ചോദിച്ചു. അതിന് അയാൾ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: എന്റെ ഇന്റർവ്യൂ നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് ഹോട്ട് ന്യൂസ് ആയിരിക്കാം, എന്നാൽ എന്നെ സംബന്ധിച്ച് അതങ്ങനെയല്ല. ജീവിതത്തിൽ ഞാൻ മറക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണത്. എന്നെ സംബന്ധിച്ച് അതൊരു അടഞ്ഞ അധ്യായമാണ്. അത് വീണ്ടും തുറക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്റർവ്യൂ നൽകുവാനായിട്ട് താല്പര്യമില്ല. ഇത്രയുമാണ് ഒരു കാലത്ത് ഇന്ത്യ മുഴുവനും ചർച്ചാ വിഷയമായ KM നാനാവതി വേഴ്സസ് മഹാരാഷ്ട്ര എന്ന കേസ്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.